السلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد ബഹുവന്യരായ സയ്യിദ് അവർകൾ, ഈ സ്റ്റേജിലിരിക്കുന്ന ഉലമാക്കൾ, പണ്ഡിതന്മാർ, ഈ നാട്ടുകാർ, മുഅ്മിനാത്തുകൾ, അല്ലാഹു നമ്മുടെ ഈ മജ്ലിസ് അല്ലാഹു കബൂൽ ചെയ്യട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. അർഹമായ പ്രതിഫലം ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. തങ്ങൾ ക്ഷണിച്ചത് കൊണ്ട് തങ്ങളെ പിരിസം വെച്ചിട്ടാണ് ഞാൻ വന്നത്. പ്രസംഗിക്കാൻ അർഹനല്ല, പ്രസംഗിക്കാൻ അറിയുന്നുമില്ല, ഇതിനു മുമ്പ് പോയിട്ടുമില്ല. തങ്ങൾ വിളിച്ചു എന്നുകൊണ്ട് തങ്ങളോട് ഞാൻ പറഞ്ഞു ഞാൻ വരാം. ഞാൻ സാധാ പരിപാടി വിചാരിച്ചാണ്, പക്ഷെ ഇത്രക്കും ഗംഭീരമായ പരിപാടിയാണെന്ന് ഞാൻ ഇവിടെ വന്നിട്ടാ മനസ്സിലാക്കിയത്. അല്ലാഹു തആല അതൊക്കെ വിജയിപ്പിക്കട്ടെ. നാളെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഫാഅത്ത് കിട്ടാൻ ഈ മജ്ലിസ് അല്ലാഹു കാരണമാക്കട്ടെ. വളരെ നല്ല ബറക്കത്തുള്ള മജ്ലിസാണ്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് കീർത്തനങ്ങൾ പാടിയും പറയുകയും ചെയ്ത മജ്ലിസാണ്. മാത്രമല്ല അല്ലാഹുവിന് വേണ്ടി ദിക്ർ ചൊല്ലിയ മജ്ലിസാണ്. ദിക്റിന്റെ മജ്ലിസിന്റെ പ്രത്യേകത അത് ഞാൻ നിങ്ങളെ പറഞ്ഞറിയിക്കേണ്ടതില്ല, അത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാകുന്നതും അറിയുന്നതുമാണ്. മഹാന്മാർ ദിക്റിന് ഒരുപാട് നേട്ടങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ കൂടുതൽ പ്രസംഗിക്കുന്നില്ല, സമയം ദീർഘിച്ചു പോകും. പരിശുദ്ധ മഹാന്മാർ ഒരുപാട് നേട്ടങ്ങൾ ദിക്റിന്റെ മജ്ലിസിന് പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഒന്നാമത്തെ നേട്ടം? റിളല്ലാഹ്, അല്ലാഹുവിന്റെ പൊരുത്തം കിട്ടുന്നത് ദിക്റിലൂടെയാണ്. ദിക്ർ നമ്മൾ ചെല്ലുമ്പോൾ അല്ലാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കാൻ നമുക്കതിലൂടെ സാധിക്കും. എല്ലാ മഹാന്മാരും മഹാന്മാരായത് എങ്ങനെയാണ്? അവർ ദിക്റിലൂടെയാണ്. അല്ലാഹുവിനെ സ്മരിച്ചു. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചൊല്ലിയ ജലാലിയ റാത്തിബിലടക്കം ഉള്ള ദിക്റുകൾ അവരുടെ ശ്വാസം പോലും ദിക്റാണ്. എത്ര ദിക്റുകൾ! ഹൂ ഹൂ, അവർ ഇങ്ങനെ ശ്വാസം എടുക്കുമ്പോഴും ദിക്ർ, ഉറങ്ങുമ്പോഴും ദിക്ർ തന്നെ. ആ ദിക്റിലായി കഴിഞ്ഞ മഹാന്മാരുടെ പൊരുത്തത്തോടു കൂടി കിട്ടിയ ദിക്റാണ് ജലാലിയ റാത്തിബിന്റെ ദിക്ർ. അത് ഞങ്ങൾ ചൊല്ലി അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ആ ദിക്ർ ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അല്ലാഹുവിന്റെ തൃപ്തി, അല്ലാഹുവിന്റെ പ്രീതി നമ്മൾക്ക് കരസ്ഥമാകും. പരിശുദ്ധ മലക്കുകൾ, ഒരു വിഭാഗം മലക്കുകളുണ്ട്. അവരെ പണിയെന്താ? ഹദീസിൽ കാണാം, അവർക്ക് നാട്ടിൽ ഇങ്ങനെ നടന്നു പോകും ഒരു വിഭാഗം മലക്കുകൾ. ആ മലക്കുകൾ എവിടെയാണ് ദിക്റിന്റെ മജ്ലിസ് ഉള്ളത് എന്നിങ്ങനെ അന്വേഷിച്ചുകൊണ്ട് അവർ പോകുന്നു. അങ്ങനെ അവർക്ക് ദിക്റിന്റെ മജ്ലിസ് എങ്ങാനും കിട്ടിയാൽ എല്ലാ മലക്കുകളും പരസ്പരം വിളിച്ചു പറയും, വരൂ ഹലുമ്മൂ ഇലാ ഹാജതികും, നിങ്ങൾ ആവശ്യം ഇതാ, ദിക്റിന്റെ ആവശ്യമാണല്ലോ, നിങ്ങൾ വരൂ, ഇതാ ഇവിടെ ദിക്റിന്റെ മജ്ലിസ് ഉണ്ട്, ഞങ്ങളെ ഈ ചട്ടക്കള്ളിൽ ദിക്റിന്റെ മജ്ലിസ് ഉണ്ടെന്ന് മലക്കുകൾ വിളിച്ചു പറയുന്നു. പരസ്പരം മലക്കുകൾ വിളിച്ചു പറയും, ഇവിടെ ഇതാ ദിക്റിന്റെ മജ്ലിസ് നടക്കുന്നു, മലക്കുകളെ നിങ്ങൾ ഇങ്ങോട്ട് വരണേ. അങ്ങനെ മലക്കുകൾ വന്ന് ഈ മജ്ലിസിനെ പൊതിയും. അല്ലാഹു തൃപ്തിപ്പെടുന്നത് കൊണ്ടാണ്, അല്ലാഹു പ്രീതിപ്പെടുന്നത് കൊണ്ടാണ് അവർ ഈ മജ്ലിസിൽ വന്നവരെ ചിറക് വിരിക്കുന്നത്. അങ്ങനെ ഈ മജ്ലിസിൽ ഇരുന്നവർ ചിറക് വിരിച്ചുകൊണ്ട് ആകാശം മോളം അവരെ ചിറക് വിരിയും. അത്രയ്ക്കും വിശാലമാണ് അവരുടെ ചിറക്. അത് റഹ്മത്തിന്റെ, അല്ലാഹുവിന്റെ റഹ്മത്തിന് കാരണമാണ്. അങ്ങനെ അല്ലാഹു ഈ ദിക്റെല്ലാം കഴിഞ്ഞവർ അല്ലാഹുവിന്റെ അടുക്കലേക്ക് പോകും. അല്ലാഹു അവരോട് ചോദിക്കും, എന്താണ് എന്റെ അടിമകൾ അവിടെ പറയുന്നത്? എന്താണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? മലക്കുകൾ പറയും, യുസബ്ബിഹൂനക വയുകബ്ബിറൂനക വയുഹമ്മിദൂനക വയുമജ്ജിദൂനക, നിനക്കവർ തസ്ബീഹ് ചൊല്ലുന്നു, നിനക്കവർ തഹ്ലീൽ ചൊല്ലുന്നു, നിനക്കവർ ദിക്ർ ചൊല്ലുന്നു. പടച്ചറപ്പ് തിരിച്ചു ചോദിക്കും, അവർ എന്നെ കണ്ടിട്ടുണ്ടോ? അവർ എന്നെ കണ്ടിട്ടുണ്ടോ? ഇല്ല ഇല്ല.
മലക്കുകൾ പറയുന്നു, ഒരിക്കലും അവർ നിന്നെ കണ്ടിട്ടില്ല റബ്ബേ, നിന്നെ കാണാതെ തന്നെ അവർ നിനക്ക് ദിക്ർ ചൊല്ലുന്നു, നിനക്ക് തസ്ബീഹ് ചൊല്ലുന്നു, നിന്നെ മദ്ഹ് പറയുന്നു, നിന്നെ പുകഴ്ത്തുന്നു, നിനക്ക് സനാ പറയുന്നു. വീണ്ടും അല്ലാഹു ചോദിക്കുന്നു, അവർ എന്താണ് ചോദിക്കുന്നത്, അവർ ആവശ്യപ്പെടുന്നത്? അപ്പോൾ മലക്കുകൾ പറയുന്നു, അവർ സ്വർഗമാണ് ചോദിക്കുന്നത്, അവർ ചോദിക്കുന്നത് സ്വർഗമാണ്. അല്ലാഹു ചോദിക്കുന്നു, സ്വർഗം അവർ കണ്ടിട്ടുണ്ടോ? ഇല്ല. സ്വർഗം മലക്കുകൾ പറയും, സ്വർഗം അവർ കണ്ടിട്ടില്ല. അല്ലാഹു തിരിച്ചു ചോദിക്കും, സ്വർഗം അവർ കണ്ടിരുന്നെങ്കിൽ അവരുടെ അവസ്ഥ എന്താകുമായിരുന്നു? അവിടുന്ന് മലക്കുകൾ പറയുന്നു, വളരെ ശക്തമായ ദുആ അവർ സ്വർഗത്തിന് വേണ്ടി ദ്വാരക്കും. എന്തിനെ തൊട്ടാണ് അവർ കാവലിനെ തേടുന്നത്? നരകത്തെ തൊട്ടാണ് അവർ കാവലിനെ തേടുന്നത്. അല്ലാഹു ചോദിക്കും, നരകം കണ്ടിട്ടുണ്ടോ? നരകം അവർ കണ്ടിട്ടില്ല. നരകം കണ്ടിരുന്നെങ്കിൽ അവരുടെ അവസ്ഥ എന്തായേനെ? മലക്കുകൾ പറയുന്നു, വളരെ ശക്തമായി തന്നെ അവർ പ്രാർത്ഥിക്കും, പടച്ച റബ്ബേ, എന്നെ ആ നരകത്തിൽ നിന്ന് നീ രക്ഷപ്പെടുത്തണേ അല്ലാ, അല്ലാഹുവേ നീ എന്നെ രക്ഷപ്പെടുത്തണേ അല്ലാ എന്നവർ കിട്ടുന്ന മജ്ലിസിലെല്ലാം പ്രാർത്ഥിക്കും. കാരണം നരകത്തെ അവർ കണ്ടിട്ടില്ലാത്ത അവസ്ഥയിൽ ഇത്രേക്കും പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ, കണ്ടിരുന്നെങ്കിൽ, ആ ഭയാനകതയെ കണ്ടിരുന്നെങ്കിൽ അവർ എത്രമാത്രം ദുആരുന്നേനെ, ഒരുപാട് ദുആരുന്നേനെ. നരകത്തെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാ. അല്ലാഹു പറയും, ഉടനെ തന്നെ മലക്കുകളെ സാക്ഷി നിർത്തി അല്ലാഹു പറയും, അങ്ങനെ ഒരു ദിക്റിന്റെ മജ്ലിസിലുള്ള വിഭാഗത്തിനിക്ക് ഞാൻ പുറത്തു കൊടുത്തിരിക്കുന്നു. അല്ലാഹുവിന്റെ പ്രീതിയുള്ളത് കൊണ്ടാണ് ആ പൊരുത്തം കിട്ടുന്നത്. ഉടനെ കൂട്ടത്തിൽ മലക്കുകൾ പറയുന്നു, പടച്ച റബ്ബേ, അതിൽ ഒരാൾ വെറുതെ വന്നിരുന്ന ആളുണ്ട്, എന്റെ കൂട്ടുകാരൻ അവിടെയുണ്ട്, അതുകൊണ്ടാണ് അവൻ വന്നത്, അല്ലെങ്കിൽ വേറെന്തോ ആവശ്യത്തിന് അവൻ അവിടെ വന്നിരുന്നതാണ്. പടച്ച റബ്ബ് പറയുന്നു, അവരെ കൂട്ടത്തിൽ ഇരുന്നവർക്കും അല്ലാഹു പുറത്തു കൊടുക്കുന്നുണ്ട്. അവരെ കൂട്ടത്തിൽ ഇരുന്നവർ പരാജയപ്പെടുന്നില്ല, കാരണം ദിക്റിന്റെ മജ്ലിസ് അങ്ങനെയാണ്. അല്ലാഹു തആല ഞങ്ങൾക്ക് അല്ലാഹുവിന്റെ മഗ്ഫിറത്തും മർഹമത്തും അല്ലാഹു നൽകട്ടെ. പിന്നെന്താ മഹാന്മാർ പറയുന്നത്? ദിക്ർ കൊണ്ടുള്ള നേട്ടം, മൻയസീദ ഫിൽ ഹർസി അല ത്വാഅ, ഇബാദത്ത് എടുക്കാനുള്ള ഉന്മേഷം വരും ദിക്ർ ചെല്ലുമ്പോൾ. എങ്ങനെയാണ് ദിക്റിൽ അല്ലാഹുവിനെ ഇബാദത്ത് എടുക്കാനുള്ള ഉന്മേഷവും ആർത്തിയും കൂടുന്നത്? ദിക്ർ നമ്മൾ ഇങ്ങനെ ചൊല്ലുമ്പോൾ, ഹൃദയത്തിൽ അല്ലാഹുവിനെ സ്മരിച്ച് ഇങ്ങനെ ദിക്ർ ചെല്ലുമ്പോൾ ഹൃദയത്തിലുള്ള തെറ്റുകൾ ഞങ്ങളിൽ ഇങ്ങനെ ഊരിപ്പോകും. ഇതുപോലെ സാധാരണ പിന്നെ ഇരുമ്പ് ചൂടാക്കുന്നില്ല, ഇരുമ്പ് ചൂടാക്കിയിട്ട് പിന്നെ തട്ടിയാൽ എന്താവും? അതിന്റെ തുരുമ്പല്ല പോവും, പഴയ ഇരുമ്പ് ചൂടാക്കിയാൽ. അതേപോലെ തന്നെ ഞങ്ങളെ ഹൃദയത്തിൽ തെറ്റുകളെ കൊണ്ട് ഒരുപാട് കറുത്ത പുള്ളികൾ വീണ് ഹൃദയം കറുത്തു പോയിട്ടുണ്ടാവും. നമ്മൾ ഓരോ ദിക്റും മനസ്സിരുത്തി പറയുമ്പോൾ ഓരോ കറകളും അത് മായ്ഞ്ഞു പോകുന്നു, ഹൃദയം ശുദ്ധമാകുന്നു. ആ ഹൃദയത്തിൽ അല്ലാഹുവിനെ ഇബാദത്ത് എടുക്കാനുള്ള ഒരു പ്രേരണ അല്ലാഹു കൊടുക്കുന്നുണ്ട്. അല്ലാഹു ഞങ്ങൾക്ക് ഇബാദത്ത് ചെയ്യാനുള്ള മനസ്സ് അല്ലാഹു നൽകട്ടെ. അത്തരത്തിലുള്ള ഹൃദയം അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. പിന്നെന്താ മൂന്നാമത്തെ നേട്ടം? ഹിർസും മിനശ് ശൈത്താൻ, ശൈത്താനിൽ നിന്ന് അല്ലാഹു കാവൽ നൽകും കേട്ടോ. ദിക്ർ പറയുന്ന ആൾക്ക്, ദിക്ർ ചെല്ലുന്ന ആൾക്ക് ശൈത്താനിന്റെ പിശാചിയുടെ ഉപദ്രവം ഉണ്ടാവില്ല. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ അല്ലാഹുവിന്റെ റസൂൽ സക്കാത്തിന്റെ പണം ശേഖരിച്ച സ്ഥലത്ത് കാവൽകാരനായി നിർത്തി, നീ ഇത് സൂക്ഷിക്കണം. അങ്ങനെ സക്കാത്തിന്റെ പണവും അവിടെയുള്ള എല്ലാ സാധനങ്ങളും സൂക്ഷിപ്പുകാരനാണ് ഇപ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഇങ്ങനെ അതിന് കാവലിരിക്കുമ്പോൾ ഒരാളതാ വന്നു, ഒരു കള്ളനങ്ങ് വന്ന് പറക്കുന്നു, എല്ലാ സാധനം ഇങ്ങനെ എടുത്തോണ്ട് പോയാണ്. എന്താ നീ എടുത്തോന്ന്? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പിടിച്ചവനെ, നീ എന്താ കക്ക വന്നിനെ ഇവിടക്ക്?
നീ കക്കന് വന്നിന് എന്ത് കേട്ട്? അയാള് പറഞ്ഞു, വളരെ ശക്തമായ ദാരിദ്ര്യത്തിലാണ്, എന്റെ കുടുംബം പ്രയാസത്തിലാണ്, എനിക്കിതിൽ നെടുക്കാനും അനുവദിക്കണം എന്ന് പറഞ്ഞപ്പോൾ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്നെ ഇവിടെ നിർത്തിയത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്, അതുകൊണ്ട് നിന്നെ വിടുന്ന പ്രശ്നമില്ല. പക്ഷേ അയാൾ കെഞ്ചി കെഞ്ചി കേട്ടപ്പോൾ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന് ഒരു മനസ്സിൽ അലിവ് വന്നു. ഉടനെ തന്നെ അലി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ വിട്ടു. പിറ്റേന്ന് രാവിലെയാകുമ്പോൾ ഷഫീഉൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, മാ ഫഅല അസീറക മാ ഫഉഇല അസീറുക, എന്തേ നീ അറസ്റ്റ് ചെയ്ത ആള് എന്തായി പോയി, അയാളെ കഥ എന്താണ്? അല്ലാഹുവിന്റെ റസൂലിനോട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ വളരെ ശക്തമായ മനക്കരുത്തോടുകൂടെ അയാളെ വിടൂല എന്ന് വിചാരിച്ചതാണ്. പക്ഷേ അയാളെ കുടുംബത്തിന്റെ കാര്യവും പ്രശ്നവും പറഞ്ഞപ്പോൾ എന്റെ മനസ്സിൽ അലിവ് തോന്നി, അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ വിട്ടു. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അയാൾ ഇന്നും വരും, അയാൾ ഇന്നും കക്കാൻ വരും, നീ അയാളെ പിടിക്കണം. പിറ്റേ ദിവസവും അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതല്ലേ, അദ്ദേഹം വരണല്ലോ. അങ്ങനെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു കാത്തു നിന്നു. കാത്തു നിൽക്കുമ്പോൾ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അതാ കള്ളൻ വരുന്നു, വീണ്ടും പറക്കിയെടുക്കുന്നു. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ പിടിച്ചു. ഞാൻ ഇന്ന് നിന്നെ വിടുന്ന പ്രശ്നമില്ല, ഇന്നലെ ഞാൻ നിന്റെ സംസാരം കേട്ടിട്ട് ഞാൻ കുറച്ച് കെണിയിൽ വീണ്, ഇന്ന് ഞാൻ അങ്ങനെ വീഴുന്ന പ്രശ്നമില്ല കേട്ടോ, ഇന്ന് ഞാൻ നിന്നെ അല്ലാഹുവിന്റെ റസൂലിന് പിടിച്ചു കൊടുക്കും. അങ്ങനെ അദ്ദേഹത്തെ പിടിച്ചപ്പോൾ വീണ്ടും അദ്ദേഹം ശക്തമായ കുടുംബത്തിന്റെ പ്രശ്നങ്ങളും പരിതാപങ്ങളും പറഞ്ഞപ്പോൾ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന് ഒരു മനസ്സിൽ അലിവ് തോന്നി. അപ്പോഴും അദ്ദേഹത്തെ വിട്ടു. പിറ്റേ ദിവസം അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു, എന്ത് ചെയ്തു ഇന്നലത്തെ കള്ളനെ എന്ത് ചെയ്തു? അല്ലാഹുവിന്റെ റസൂൽ ഇത് അറിയുന്നുണ്ട്, വഹീ മൂലം അറിയുന്നുണ്ട്. എന്ത് ചെയ്തു ഇന്നലെ പിടിച്ച കള്ളനെ? മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ അദ്ദേഹത്തെ വിട്ടിരിക്കുന്ന അല്ലാഹുവിന്റെ റസൂലേ, അദ്ദേഹം കുടുംബത്തിന്റെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിൽ വേദന വന്നുപോയി, സഹിക്കാൻ കഴിയാതെയായി. ഞാൻ അദ്ദേഹത്തെ ഒഴിവാക്കി വിട്ടു. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വീണ്ടും പറഞ്ഞു, അദ്ദേഹം ഇന്ന് രാത്രിയും വരും, അയാൾ ഇന്ന് രാത്രിയും വരും, നീ അദ്ദേഹത്തിനെ പിടിക്കണം. അങ്ങനെ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് കാത്തിരുന്ന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആ ദിവസത്തിൽ അദ്ദേഹത്തെ പിടികൂടി. എന്നിട്ട് പറഞ്ഞു, ഇന്ന് നിന്നെ വിടുന്ന പ്രശ്നമില്ല, 2 ദിവസമായി നിന്നെ ഞാൻ ഒഴിവാക്കുന്നത്, ഇന്ന് ഞാൻ ഒഴിവാക്കുകയില്ല. അങ്ങനെ മഹാനവറുകൾ ശക്തമായ പിടിയിലായിരുന്ന അയാളോട് വാശിയിലായിരുന്നു. അപ്പോൾ അദ്ദേഹം ഒരു കെണി പ്രയോഗിച്ചു. ഒരു കെണിയാണ് അദ്ദേഹം പ്രയോഗിച്ചത്. എന്താണ് അദ്ദേഹം പറയുന്നത്? ഞാൻ നിങ്ങൾക്ക് ഒരു ഇൽമ പഠിപ്പിച്ചു തരാം, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഇൽമ എന്ന് പറയുന്നത് കേട്ടപ്പോൾ ഹൃദയത്തിൽ ഒരു കുറച്ച് മയം വന്നുപോയി. കാരണം ഇൽമിനോട് ആർത്തിയുള്ള ആളാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. ആ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് ഇൽമിന്റെ വിഷയം പറഞ്ഞ് അദ്ദേഹം മയക്കി. എന്താണ് ഇൽമ്? ഇൽമ് എന്താണെന്നറിയോ? നിനക്ക് അല്ലാഹു എല്ലാ പിശാചുക്കളുടെയും അല്ലാഹു ലോകത്ത് പടച്ചിട്ട എല്ലാ ഷർറിൽ നിന്നും കാവല് കിട്ടുന്ന ഒരു സംഗതി ഞാൻ പഠിപ്പിച്ചു തരാം. എന്താണത്? ആയത്തുൽ കുർസി എല്ലാ ദിവസവും നീ കിടന്നുറങ്ങുമ്പോൾ പറയണം എന്ന് അദ്ദേഹം പറഞ്ഞു കൊടുത്തു. ഇൽമു പറഞ്ഞു കൊടുത്തതിന്റെ പേരിൽ അദ്ദേഹത്തെ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഒഴിവാക്കി. പിറ്റേ ദിവസം അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, എവിടെയാ നിന്റെ കള്ളൻ എവിടെയെന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂലിനോട് മഹാനവറുകൾ പറഞ്ഞത് എന്തറിയോ? ഞാൻ അല്ലാഹുവിന്റെ റസൂൽ അദ്ദേഹത്തെ പിടികൂടിയിട്ടുണ്ടായിരുന്നു, പക്ഷേ അദ്ദേഹം എനിക്ക് ഒരു ഇൽമു പഠിപ്പിച്ചു തരാമെന്ന് പറഞ്ഞു. എന്താണ് ആ ഇൽമു? എല്ലാ ദിവസവും ഉറങ്ങുമ്പോൾ നീ ആയത്തുൽ കുർസി പാരായണം ചെയ്യണേ. ദിക്റാണ്.
ഖുർആനാണ്, നീ ആയത്തുൽ കുർസി പാരായണം ചെയ്യണേ. അങ്ങനെ ചെയ്താൽ പിശാചുക്കളുടെ ശർറുണ്ടാവൂല എന്ന് മഹാനവർകൾക്ക് ആ വ്യക്തി പഠിപ്പിച്ചു കൊടുത്തപ്പോൾ ഞാൻ അദ്ദേഹത്തെ വിട്ടുപോയി എന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു. ഉടൻ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ആ പറഞ്ഞത് സത്യമാണ്, പക്ഷെ ഓൻ കള്ളനാണ്. ആ പറഞ്ഞത് സത്യമാണ്, ഓൻ പറഞ്ഞത് സത്യമാണ്, പക്ഷെ ഓൻ കള്ളനാണ്. മഹാനായ അബൂ ഹുറൈറ, നമ്മൾ മനസ്സിലാക്കണം, ഞാൻ പറഞ്ഞു വന്നത് അതാണ്. ശൈത്താനിന്റെ പിശാചിയുടെ ശർറിൽ നിന്ന് കാവലാണ് ദിക്ർ. ആയത്തുൽ കുർസി ഓതിയാൽ നമ്മുടെ ജീവിതത്തിൽ പൈശാചികമായ ശർറുണ്ടാവൂല. അല്ലാഹു നമ്മളെ എല്ലാവിധ പൈശാചികമായ ശർറിൽ നിന്നും, അല്ലാഹു പടച്ചിട്ട എന്തൊക്കെ ശർറുകളുണ്ടോ ആ ശർറിൽ നിന്നൊക്കെ അല്ലാഹു കാത്തു സലാമത്താകട്ടെ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂ ഹുറൈറയോട് ചോദിച്ചു, ഇതുവരെ നിന്നോട് സംസാരിച്ച 3 ദിവസവും നിന്നോട് സംസാരിച്ച ആ വ്യക്തി ആരാണെന്ന് നിനക്കറിയുമോ? മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്കറിയില്ല. എന്നാ ഓൻ ആരെന്നറിയോ? ഇബ്ലീസാണ്. ഇബ്ലീസാണ്, കക്കാൻ വന്നത് ഇബ്ലീസാണ്. ആരാ ആയത്തുൽ കുർസി പഠിപ്പിച്ചു കൊടുത്തു? ഈ ആയത്തുൽ കുർസി ഓതിയാൽ പൈശാചികമായ ശർറ് ഉണ്ടാവൂല എന്ന് ആരാ പറയുന്നത്? ഇബ്ലീസാണ്. അല്ലാഹുവിന്റെ റസൂലാണ് നമ്മളെ പഠിപ്പിച്ചത്. അല്ലാഹുവിന്റെ റസൂൽ നമ്മളെ പഠിപ്പിച്ച ആ പഠനമുണ്ടല്ലോ, നമ്മൾ ജീവിതത്തിൽ കൊണ്ടു നടക്കണം. എല്ലാ ദിവസവും കഴിവിന്റെ പരമാവധി നമ്മൾ ഒരു ദിവസവും ഒഴിവാക്കാതെ ആയത്തുൽ കുർസി ഓതാൻ ശ്രമിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമ്മൾ ദിക്റിൽ ഇരിക്കുമ്പോഴും അങ്ങനെയാണ്, വളരെ അച്ചടക്കത്തിലും വളരെ നല്ല റാഹത്തിലും ഇഖ്ലാസോട് കൂടെ ഇരിക്കണം. ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല, സമയം കുറെ ദീർഘിച്ചു പോകും. ഒറ്റ സംഭവം മാത്രം പറയുന്നു. നമ്മുടെ ദിക്ർ എങ്ങനെയാവണം? മഹാന്മാർ എങ്ങനെയാണ് ദിക്റിൽ ഇരുന്നത്? മഹാന്മാരെ ദിക്ർ എങ്ങനെയാണ്? മഹാന്മാരുടെ ഇഖ്ലാസ് എങ്ങനെയാണ്? അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെയാണ് അവർ ഒരു ഇബാദത്തിൽ ഏർപ്പെട്ടാൽ പിന്നെ അവർക്ക് ദുന്യവിയായ ചിന്ത മനസ്സിൽ കടക്കുന്നില്ല. പിന്നെ അവരെ ചിന്ത എപ്പോഴും അല്ലാഹുവിലാണ്. അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു മഹാനവർകൾ ദീർഘമായ സുജൂദ് ചെയ്യും. ദീർഘമായ സുജൂദ്. ആ സുജൂദിലെങ്ങാലും പോയാൽ പക്ഷികൾ വരെ അദ്ദേഹത്തിന്റെ മുകളിലിരിക്കും. ഇയാള് ജീവനുണ്ടാന്ന് പോലും അറിയുന്നില്ല, ഇയാൾ ഹയാത്തുണ്ടാന്ന് പോലും അറിയുന്നില്ല, അനക്കമില്ല. അവർ അല്ലാഹുവിൽ ലയിച്ചു പോയി. മഹാനായ ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു, ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹുവിന് കാലിന് പഴുപ്പ് ബാധിച്ചു. നല്ല പഴുപ്പാണ്. കാല് മുറിച്ച് മാറ്റണമെന്ന് ഡോക്ടർമാർ വിധി എഴുതി. ഡോക്ടർമാർ പറഞ്ഞു, ഇനി ആ കാല് മുറിച്ചെടുത്തില്ലെങ്കിൽ അത് ശരീരത്തിൽ ആകെ പടരും, പിന്നെ ഫുള്ള് മരണത്തിലേക്ക് പോകേണ്ടി വരും. അങ്ങനെ അദ്ദേഹം പറഞ്ഞു, പണ്ട് അത് ചികിത്സക്ക് ഒരു രീതിയുണ്ട്. കാല് മുറിച്ച് മാറ്റണം, വേദന സഹിക്കട്ടെ. അപ്പൊ വേദന ഇല്ലാണ്ടാക്കുന്ന ഇങ്ങനെ കള്ളു കുടിപ്പിക്കലാണ്. കള്ളു കുടിപ്പിച്ചിട്ടാണ് മസ്താക്കിട്ട് പിന്നെ മുറിക്കൽ. അങ്ങനെയാണ് ചികിത്സ പണ്ടത്തത്. അപ്പൊ മഹാനവർകൾ പറഞ്ഞു, ഞാൻ കള്ളു കുടിക്കുന്ന പ്രശ്നമില്ല, കള്ള് അല്ലാഹു ഹറാമാക്കിയ സംഗതിയല്ലേ, കള്ള് ഞാൻ തൊടൂല. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം? ഞാൻ ദിക്റിൽ പ്രവേശിച്ചാൽ എന്റെ കാല് നിങ്ങൾ മുറിച്ചു മാറ്റൂ. എന്തായിരിക്കും അവരെ ദിക്ർ? എങ്ങനെയായിരിക്കും അവരെ ദിക്ർ? അല്ലാഹു അവരെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ ജീവിതം അല്ലാഹു നന്നാക്കട്ടെ, ആഖിറവും ദുനിയാവും സലാമത്താകട്ടെ. അല്ലാഹു തആല ഇങ്ങനെയുള്ള ദിക്റിന്റെ മജ്ലിസിൽ ആത്മാർത്ഥതയോടുകൂടെ ഇഖ്ലാസോടുകൂടെ ഇരുന്ന് ദിക്ർ ചൊല്ലാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗത്തെ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.